ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ സർ. മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ചാനലിന് വീണ്ടും വീണ്ടും കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ് എൻ്റെത്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചാനൽ ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും? സോ അതിനു വേണ്ടിയിട്ടാണ് govindan.anoop എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്യുക, എൻ്റെ തിരുമോന്ത വരും, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ ഈ ചാനൽ കട്ടായാൽ ഉടനെ തന്നെ ഞാൻ അടുത്ത ചാനൽ തുടങ്ങും. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികളാണെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ, ഞാൻ റീപ്ലൈ തരാം. ആമ്പിള്ളേർക്ക് ഞാൻ ഒഫീഷ്യലായിട്ട് അറിയിച്ചോളാം, മെസ്സേജ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗെയിം ഓഫ് ത്രോൺസിൻ്റെ 7ാമത്തെ സീസണിലെ അവസാനത്തെ എപ്പിസോഡ്, 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഗെയിം ഓഫ് ത്രോൺസിൽ തന്നെ വെച്ച് ഏറ്റവും വലിയൊരു സസ്പെൻസ് റിവീൽ ആവുന്നുണ്ട്. ഒരു വമ്പൻ സംഭവമാണത്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തന്നെ സെൻട്രൽ പോയിന്റാണത്. അതിനെ വെച്ചാണ് ബാക്കിയുള്ള കളികളൊക്കെ നടക്കുന്നത്. സോ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. മാത്രമല്ല ഒരു അടിപൊളി ട്വിസ്റ്റും ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡും ഒരു കുറവുമില്ലാത്ത എൻ്റർടൈൻമെൻ്റാണ്. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ അൺസളീഡൊക്കെ കിങ്സ് ലാൻഡിങ്ങിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഡെനേരീസും സേഴ്സിയും തമ്മിലുള്ള മീറ്റിംഗ് ഇന്ന് നടക്കാൻ പോവാണ്. മുകളിൽ ജെയ്മിയും ബ്രോണും ഉണ്ടാവും. ബ്രോൺ പറയും, എനിക്ക് ലിംഗം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ഫൈറ്റ് ചെയ്യില്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോൾ അടുത്ത സൈറൺ മുഴങ്ങാണ്, ഡൊത്രാക്കിപ്പടാ. അവന്മാർക്ക് പിന്നെ നെയ്മൊന്നുമില്ല, അടിച്ചു കയറി വരികയാണ്. ഗ്രേ ജോയിൻ്റെ കപ്പലുമായിട്ട് ജോണും ടിരിയനും ഡാവോസും മിസാൻ്റെയും. ജോൺ ടിരിയനോട് ചോദിക്കും, എത്ര ആൾക്കാർ കിങ്സ് ലാൻഡിങ്ങിലുണ്ട്? അതിന് ടിരിയൻ 1 മില്യന് മുകളിൽ. ഹുണ്ട് താഴെ വന്ന് ആ പെട്ടിയിലൊന്ന് കൊട്ടി നോക്കുകയാണ്, എന്തെങ്കിലും അനക്കമുണ്ടോന്ന്. ആ ഡെഡ് അലമുറയിട്ട് കിടന്ന് കുലുങ്ങാൻ തുടങ്ങും. സേഴ്സി മീറ്റിങ്ങിന് റെഡിയായി വരികയാണ്. അവൾ മൗണ്ടനോട് പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം വെള്ളത്തലമുടിക്കാരിയെ കൊന്നുകളെ, എന്നിട്ട് നോർത്തിലെ കിങ്ങിനെയും കൊന്നുകളെ, പിന്നെ ഇഷ്ടമുള്ളവരെ നിനക്ക് കൊല്ലാം. അങ്ങനെ അവരെല്ലാവരും പുറപ്പെടുകയാണ്. പുറത്ത് ജോണും കൂട്ടരും വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോൺ അവരെ വെൽക്കം ചെയ്യും. കൂടെ തന്നെ പോഡ്രിക്കും ബ്രിയാനും ഉണ്ടാവും. ബ്രിയാനെ ഹുണ്ട് കാണുകയാണ്. ടിരിയനും പോഡ്രിക്കും കണ്ടുമുട്ടുന്നു. പോഡ്രിക് ടിരിയനോട് പറയും, നിങ്ങളെ ഞാൻ വീണ്ടും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൈലോഡ്, എനിക്ക് സന്തോഷമായി. ഹുണ്ടും ബ്രിയാനും. ബ്രിയാൻ പറയും, ഞാൻ ആര്യയെ രക്ഷിക്കണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അതിന് ഹുണ്ട്, ഞാനും അതിനാണ് ശ്രമിച്ചത്. ആര്യ ഇപ്പം ജീവനോടെയുണ്ട് വിൻ്റർഫെല്ലിൽ. ഇപ്പം അവൾ ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് ഹുണ്ട് ചോദിക്കും. അതിന് ബ്രിയാൻ, പ്രൊട്ടക്ഷൻ വേണ്ടത് അവളുടെ വഴിയിൽ കുറുകെ വരുന്ന ആൾക്കാണ്. അതിന് ഹുണ്ട് ചിരിക്കുകയാണ്. ടിരിയൻ ബ്രോണിനോട് പറയും, നീ വലിയൊരു റിസ്ക് എടുത്തു. ഞാനും ജെയ്മിയും തമ്മിലൊരു മീറ്റിംഗ് നീ അറേഞ്ച് ചെയ്തു. സേഴ്സി അതിനുവേണ്ടി ചിലപ്പോൾ നിന്നെ തട്ടിക്കളയും. അതിന് ബ്രോൺ, എനിക്കൊരു കുഴപ്പമില്ല, നീയും ലോഡ് വാരിസും ചേരുന്ന 2 ചതിയന്മാരെ ഞാൻ വീണ്ടും അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ചിലപ്പോൾ അതിനെനിക്ക് അവൾ സമ്മാനം തരും. ഒരു പ്രത്യേക ക്യാരക്ടറാണ് ബ്രോണ്. സ്വന്തം സേഫ്റ്റി, പണം കൊടുത്താൽ എന്തും ചെയ്യും, അതാണ് അവൻ്റെ ക്യാരക്ടർ. ഹുണ്ട് പറയും, ആരെങ്കിലും ഇതിനെ തൊട്ടാൽ അവനെ ഞാൻ കൊന്നുകളയും. അങ്ങനെ അവരെല്ലാവരും ഒരു മൈതാനം പോലത്തെ സ്ഥലത്തേക്ക് വരികയാണ്. ഇത് പണ്ട് മനുഷ്യർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനും മൃഗങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാനും ഒരു ഓഡിറ്റോറിയം ഉണ്ടാവില്ലേ, അതാണ് സംഭവം. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സേഴ്സി അങ്ങോട്ട് വരുന്നു. അവളുടെ ഒപ്പം മൗണ്ടനും ജെയ്മിയും പോരാത്തതിന് യൂറോണും ഉണ്ടാവും. ഹുണ്ട് നേരെ മൗണ്ടൻ്റെ അടുത്ത് പോവാണ്. എന്നെ ഓർമ്മയുണ്ടോ? ഇപ്പം നിന്നെ കാണാൻ എന്നെക്കാളും വൃത്തികേടാണ്. നീ പേടിക്കേണ്ട ബ്രദർ, നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സേഴ്സി ഡെനേരീസ് എവിടെയെന്ന് ചോദിക്കും. ടിരിയൻ പറയും, അവൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. അപ്പം മോളിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. അവളുടെ ഡ്രാഗൺ അത് പറന്ന് വന്ന് ഇറങ്ങാണ്. സേഴ്സി ആദ്യമായിട്ടൊരു ഡ്രാഗണെ കാണുന്നു. ഡെനേരീസ് ഡ്രാഗൻ്റെ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. എന്താ സീനില്ലേ, നമുക്കും വാങ്ങിക്കണം ഒരു ഡ്രാഗണെ. സേഴ്സി പറയും, ഞങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നു, മൈ അപ്പോളജീസ്. ടിരിയൻ മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും യൂറോൺ തിയോണോട് പറയും, നിന്റെ പെങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, നീ ഇപ്പം കീഴടങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞാൻ അവളെ കൊന്നുകളയും. അതിന് സേഴ്സി, മിണ്ടാതിരിക്കി അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. അപ്പം മൗണ്ടൻ മുന്നോട്ട് വരികയാണ്. യൂറോൺ മിണ്ടാതിരിക്കും. ടിരിയൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ പരസ്പരം ശത്രുക്കളാണ്, ഒരാൾക്ക് തരം കിട്ടിയാൽ മറ്റൊരാളെ കൊന്നുകളയും. പക്ഷേ ഇപ്പം നമ്മൾ ഒരുമിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് സേഴ്സി, അതെ, നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, അതിനാണ് നീ വന്നിട്ടുള്ളത്. അപ്പം ജോൺ എഴുന്നേൽക്കുകയാണ്. ഇത് ഒരുമയോടെ ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി മാത്രം. ഡെഡ് ആർമി വന്നുകൊണ്ടിരിക്കുകയാണ്. ടിരിയൻ പറഞ്ഞു, ഈ നാട്ടിൽ 1 മില്യൺ ആൾക്കാരുണ്ട്, ആ 1 മില്യണും ഡെഡ് ആർമിയിൽ അംഗമായി മാറും. അതിന് സേഴ്സി അവനെ പുച്ഛിക്കും. അത് നല്ലതാണ്, അവർക്ക് അങ്ങനെയെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടിരിയൻ മുന്നോട്ട് വരും. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ ഒരു സാധനം കാണിക്കാനുണ്ട്. അപ്പോൾ ഹുണ്ട് ആ പെട്ടിയും ചുമന്നിട്ട് വരികയാണ്. എന്നിട്ട് അവൻ അതിൻ്റെ മൂടി മാറ്റിയിട്ട് പേടിച്ച് മാറി നിൽക്കും. പക്ഷെ ആ പെട്ടിക്ക് ഒരു അനക്കമില്ല. അവൻ വലിഞ്ഞൊരു ചവിട്ട്, ഡെഡ് പുറത്തേക്ക് ചാടി സേഴ്സിയുടെ നേരെ ഓടി വരികയാണ്. അപ്പോഴത്തേക്കും ഹുണ്ട് അതിനെ വലിച്ച് താഴിടും. എന്നിട്ട് അവൻ കത്തിയെടുത്ത് ഒരൊറ്റ വെട്ട്, അത് 2 പീസായിട്ട് വീഴും. എന്നാലും അതിനൊന്നും സംഭവിക്കില്ല. അവൻ അതിൻ്റെ കൈ മാത്രം വെട്ടിത്തെറിപ്പിക്കും. കൈബണ കൈയെടുത്ത് നോക്കുകയാണ്. ജോൺ മുന്നോട്ട് വരും. എന്നിട്ട് പന്തം കത്തിക്കും. നമുക്കിതിനെ കൊല്ലാൻ 2 വഴിയേ ഉള്ളൂ, ഒന്ന് കത്തിക്കുക, മറ്റൊന്ന് ഡ്രാഗൺ ഗ്ലാസ്. അവൻ ഡ്രാഗൺ ഗ്ലാസ് വെച്ച് അതിനെ കുത്തി കൊല്ലുകയാണ്. സേഴ്സി ഇത് കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നമുക്കെതിരെ ഇപ്പോൾ ഒരൊറ്റ യുദ്ധമേ ഉള്ളൂ, ദ ഗ്രേറ്റ് വാർ. അത് വന്നു കഴിഞ്ഞു. എത്ര എണ്ണം ഉണ്ടെന്ന് ജെയ്മി ചോദിക്കും.
അതിന് ഡെനേരിസ് കുറഞ്ഞത് 100,000. അതിന് നീന്താൻ പറ്റുമെന്ന് യൂറോൺ ചോദിക്കും. ഇല്ലെന്ന് ജോൺ പറയും. അതിന് യൂറോൺ, ഞാൻ എൻ്റെ കപ്പലെടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. ഞാൻ ലോകം മുഴുവൻ കറങ്ങി, പക്ഷെ ഇങ്ങനെ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ നാട്ടിലേക്ക് തിരിഞ്ഞു പോയിക്കോ. വിന്റർ അവസാനിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവാണ്. സെഴ്സി പറയും അവനൊരു പേടിത്തൊണ്ടനാണ്. ഡെഡ് ആർമി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം പോരാടിയതും നമുക്ക് നഷ്ടപ്പെട്ടതും ഒന്നിനും ഒരർത്ഥമില്ലാതാവും. ഞാൻ നിങ്ങളോടൊപ്പം ചേരാം, പക്ഷേ അതിന് പ്രതിഫലമായിട്ട് നോർത്തിലെ കിങ് എന്നോടൊപ്പം ചേരണം. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. എനിക്കറിയാം നെഡ് സ്റ്റാർക്കിന്റെ മകൻ വാക്കിന് വിലയുള്ളവനാണ്. അതിന് ജോൺ, അതെ, ഞാൻ വാക്കിന് വിലയുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് തരാൻ കഴിയില്ല. ഞാൻ ഡെനേരീസ് ടാർഗേരിയന് വാക്കുകൊടുത്തു. ഇനി അവർക്ക് വേണ്ടിയാണ് ഞാൻ സേവനം ചെയ്യുക. അതിന് സെഴ്സി, എന്നാൽ നമ്മൾ തമ്മിൽ മറ്റൊന്നും സംസാരിക്കാനില്ല. ഡെഡ് ആദ്യം നോർത്തിലേക്ക് വരും, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവും. ബ്രിയാൻ ജെയ്മിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഇത് ഹൗസുകൾ തമ്മിലുള്ള പോരാട്ടമല്ല, അതിനും മുകളിലാണ് നിന്റെ റാണിയോട് സംസാരിക്കും. പക്ഷെ ജെയ്മി സെഴ്സിയുടെ ഒരു വാലാട്ടിപ്പട്ടി പോലെയാണ്. അവൻ സെഴ്സിനെ എതിർത്തൊരു വാക്കുമുണ്ടില്ല. ടിരിയൻ ജോണിനോട് പറയും, നമ്മൾ പോരാടിയതെല്ലാം വെറുതെയായി. ചെറുതായിട്ടെങ്കിലും നുണ പറയാൻ നിനക്ക് ശ്രമിച്ചൂടെ? അതിന് ജോൺ, എനിക്ക് പാലിക്കാൻ പറ്റാത്ത സത്യം ഞാൻ ആരോടും ചെയ്യില്ല. എൻ്റെ അച്ഛനും അതുപോലെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. എല്ലാവരും നുണസത്യം ചെയ്താൽ പിന്നെ വാക്കിന് വിലയില്ലാതാകും. നുണകൾ കൊണ്ടൊരിക്കലും നമുക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല. അതിന് ടിരിയൻ, അതല്ല ഇപ്പോൾ പ്രശ്നം. വി ആർ ഫക്ഡ്. ഇനിയൊരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക്. ഞാൻ തനിച്ച് സെഴ്സിയോട് സംസാരിക്കാം. എന്നിട്ട് അവൻ സെഴ്സിനെ തനിച്ച് കാണാൻ വരികയാണ്. ജെയ്മിയോടുണ്ടാവും. നീ സംസാരിച്ചോന്ന് ചോദിക്കും. അതിന് ജെയ്മി, അവളെന്നെ പുറത്താക്കി. അവളുടെ വിചാരം ഞാനൊരു മണ്ടനാണെന്നാണ്. അതിന് ടിരിയൻ, ശരിക്കുള്ള മണ്ടൻ ഞാനാണ്. എന്നെ 2 തവണ കൊല്ലാൻ ശ്രമിച്ച ഒരാളുടെ മുറിയിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന് ജെയ്മി, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 മണ്ടന്മാരുടെയും അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. ടിരിയൻ ചിരിച്ചിട്ട് സെഴ്സിയുടെ മുറിയിലേക്ക് കയറിപ്പോവാണ്. ആരെയും സംസാരിച്ച് കയ്യിലാക്കുക അവൻ്റെ കഴിവ്. അവൻ പറയും, ഡെനേരീസ് ഈ നാട് നശിപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പക്ഷേ എനിക്കെൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത്. അതിന് സെഴ്സി, നീ നമ്മുടെ അച്ഛനെ കൊന്നു. അതിന് ടിരിയൻ, അച്ഛൻ എന്നെ കൊല്ലാൻ വിധിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ല, ഞാനൊരു കുള്ളനായതുകൊണ്ട്. അതിന് സെഴ്സി, നീ അച്ഛനെ കൊന്നതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു. നീ ജോഫ്രിയെ കൊന്നിട്ടില്ലായിരിക്കാം, പക്ഷെ നീയാണ് മിഴ്സല്ലയെയും ടോമണെയും കൊന്നുകളഞ്ഞ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. അതിന് ടിരിയൻ, ഓൾറൈറ്റ്, ഞാനാണ് നിന്റെ കുടുംബം നശിപ്പിച്ചത്. അതിനൊരു അവസാനം വരുത്ത്. എന്നെ കൊന്നുകളയ്. ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ, കൊന്നുകളയെന്നെ. അവൻ സെഴ്സിയോട് തിരിഞ്ഞിട്ട് പറയും, അവനോട് എന്നെ കൊല്ലാൻ. പക്ഷെ സെഴ്സി മുഖം തിരിക്കും. അവളുടെ ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള കാര്യം, അവളുടെ കുടുംബത്തെ ഉപദ്രവിക്കാൻ അവൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ടിരിയൻ ടെൻഷനിൽ വൈനൊഴിച്ച് കുടിക്കും. എന്നിട്ട് വേറൊരു ഗ്ലാസ് വൈനൊഴിച്ചിട്ട് മെല്ലെ സെഴ്സിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. ഞാൻ മിഴ്സല്ലയും ടോമണെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിനക്കറിയാതെ, നിന്റെ മനസ്സിനറിയാം. അതിന് സെഴ്സി, നിന്റെ സ്നേഹത്തിൽ ഇനി ഒരു കാര്യമില്ല. നീ നമ്മുടെ ഫ്യൂച്ചർ ഇല്ലാതാക്കി. അതിന് ടിരിയൻ, ഫ്യൂച്ചർ ഇല്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് നീ എന്നെ ഇവിടെ വരാൻ അനുവദിച്ചു? നിനക്കെന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവണം. അപ്പം സെഴ്സി അവളുടെ വയറിൽ തൊട്ട് സംസാരിക്കണത് ടിരിയൻ ശ്രദ്ധിക്കും. അവന് മനസ്സിലാവും അവൾ പ്രഗ്നൻ്റാണ്. യു ആർ പ്രഗ്നൻ്റ്. അപ്പം സെഴ്സി ഒന്നും മിണ്ടില്ല. അവിടുന്ന് കട്ട് ചെയ്ത് ജോൺ ഒരു ചത്തുപോയ ഡ്രാഗന്റെ എല്ലെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെനേരീസിന്റെ ഡ്രാഗൺ വരുന്നതിന് മുമ്പ് ഒരുപാട് കാലം മുന്നേ ഡ്രാഗൺസ് ആ നാടിനെ നശിപ്പിക്കുമെന്ന് വെച്ച് ടാർഗേരിയൻസ് ഇവിടെയാണ് ഡ്രാഗൺസിനെ കെട്ടിയിരുന്നത്. അവസാനം അത് ചെറുതായി എല്ലാ ഡ്രാഗണും ഇല്ലാതായി. ഡെനേരീസ് ജോണിനോട് പറയും, നീ പറഞ്ഞത് ഞാൻ ആദ്യമേ വിശ്വസിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്റെ കൂടെ ഞാൻ വന്നാൽ ആ നിമിഷം സെഴ്സി ബാക്കിയുള്ള നാട് ആക്രമിച്ച് കയ്യേറും. അതിന് ജോൺ, ടിരിയൻ പറഞ്ഞ് ശരിയാണ്, വി ആർ ഫക്ഡ്. ഡെനേരീസ് ചിരിക്കും. അപ്പം ടിരിയൻ അങ്ങോട്ട് നടന്നു വരികയാണ്. പുറകിൽ തന്നെ സെഴ്സി അങ്ങോട്ട് വരികയാണ്. എൻ്റെ ആർമി നിങ്ങളെ സഹായിക്കും. ഈ ഗ്രേറ്റ് വാറിൽ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും. പക്ഷേ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഴയ പോലെ എൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു റേവൺ വിന്റർഫെല്ലിലേക്ക് വരികയാണ്. സാൻസ് അത് വായിക്കും. ഞാൻ വിചാരിച്ച പോലെ തന്നെ ജോൺ ഡെനേരീസിന് മുന്നിൽ മുട്ടുമടക്കി അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചു. അതിന് പീറ്റർ, ഞാൻ കേട്ടു, ഡെനേരീസ് വളരെ സുന്ദരിയാണ്, ജോൺ ചെറുപ്പവും. അവർ ഒരുമിച്ചാൽ പിന്നെ അവരെ തകർക്കാൻ കഴിയില്ല. ജോൺ നോർത്ത് കിങ്ങാണ്. ആ പേരിനി മാറില്ല. അതിന് സാൻസ, ഞാൻ ജോണിനെ ചതിക്കാൻ ശ്രമിച്ചാൽ ആര്യനെ വെറുതെ വിടില്ല. അവളുടെ കുടുംബത്തെ ചതിച്ചാൽ ചതിക്കുന്നവരെ അവൾ കൊന്നുകളയും. അതിന് പീറ്റർ, നിനക്കൊരു കാര്യം അറിയോ? ചില സമയത്ത് മറ്റുള്ളവരുടെ ഉദ്ദേശം അറിയാൻ ഞാൻ ചെറിയൊരു ഗെയിം കളിക്കും. വളരെ മോശമായൊരു ഗെയിം. സോ ടെൽ മീ, ആര്യയ്ക്ക് നിന്നിൽ ഏറ്റവും മോശമായി എന്താണ് വേണ്ടത്? അതിന് സാൻസ, അവൾക്ക് ഞാൻ മരിക്കണം. കാരണം അവൾ കരുതിയിരിക്കുന്നത് ഞാൻ അവളുടെ കുടുംബത്തെ ചതിച്ചുവെന്നാണ്. അതിന് പീറ്റർ, അവൾ വിന്റർഫെല്ലിലേക്ക് വന്നു. എന്തിനു വേണ്ടി? എന്നെ കൊല്ലാൻ വേണ്ടി.
കുടുംബത്തെ ചതിച്ചതുകൊണ്ട്, എനിമികളെ കല്യാണം കഴിച്ചതുകൊണ്ട്. അവൾ ആ ലെറ്റർ കയ്യിൽ വെച്ചിരിക്കുന്ന എന്തുകൊണ്ട്? എന്നെ കൊന്നുകഴിഞ്ഞ് നോർത്തിലെ ആൾക്കാർക്ക് എന്തിനാണ് എന്നെ കൊന്നത് എന്ന് പ്രൂഫ് കാണിക്കാൻ. അതിന് പീറ്റർ, നിന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അവൾ എന്താവും? ലേഡി ഓഫ് വിന്റർഫെൽ. സോ നല്ല പിരികേറ്റി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി ആര്യനെ തട്ടാനുള്ള പ്ലാനാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഡെനേരീസിൻ്റെ ആർമി വിന്റർഫെല്ലിലേക്ക് എങ്ങനെ പോകണം എന്ന് ജോൺ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെർജോറ പറയും, വിന്റർഫെല്ലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറന്നു പോയാൽ മതി. കാരണം നിങ്ങളുടെ അച്ഛനെ എതിർക്കുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. അവർ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കും. അതിന് ജോൺ, നമ്മൾ വിന്റർഫെല്ലിലേക്ക് പോകുന്നത് ഒരുമിച്ചാണെങ്കിൽ നോർത്തുകാർ നമ്മളെ വിശ്വസിക്കും. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിന് ഡെനേരീസ്, ഞാൻ നോർത്തിനെ ആക്രമിക്കാനല്ല, രക്ഷിക്കാനാണ് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും. അവിടുന്ന് ജോൺ പുറത്തു പോകുമ്പോൾ തിയോൺ അവനെ കാണാൻ വരികയാണ്. നിനക്ക് വേണമെങ്കിൽ സെഴ്സിയോട് കള്ളം പറയായിരുന്നു, അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാമെന്ന്. പക്ഷേ നീ സത്യം തന്നെ പറഞ്ഞു. അതിന് ജോൺ, നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തമ്മിൽ ഹോണസ്റ്റായിരിക്കണം. അതിന് തിയോൺ, നിനക്കെപ്പോഴും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ കുട്ടിക്കാലത്ത് പോലും നീ ചെയ്യുന്നത് ശരിയായിരുന്നു. നീ എടുക്കുന്ന ഓരോ തീരുമാനവും എപ്പോഴും ശരിയായിരുന്നു. അതിന് ജോൺ, അല്ല, പുറമേ നിന്ന് കാണുമ്പോൾ നിനക്കങ്ങനെ തോന്നാം. ഐ പ്രോമിസ് യു ഇറ്റ്സ് നോട്ട് ട്രൂ. അതിന് തിയോൺ, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ശരിയായ തീരുമാനം എടുക്കാനാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർക്കിനൊപ്പം നിൽക്കണോ അതോ ഗ്രേജോയ്ക്കൊപ്പം നിൽക്കണോ? അപ്പോൾ ജോൺ മുന്നിട്ട് വരികയാണ്. നമ്മുടെ അച്ഛൻ, നിന്റെ അച്ഛനേക്കാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത്. എന്നിട്ടും നീ അദ്ദേഹത്തെ ചതിച്ചു. പക്ഷേ നിനക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിന്നിലുണ്ട്, എന്നിലുള്ള പോലെ. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ക്ഷമിക്കും. നിനക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. നീയൊരു ഗ്രേജോയാണ്, നീയൊരു സ്റ്റാർക്കാണ്. അപ്പോൾ തിയോൺ കരയും. യാറ, എന്നെ രക്ഷിക്കാൻ അവൾ വന്നു, പക്ഷേ എനിക്കവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എനിക്കവളെ രക്ഷിക്കണം. അതിന് ജോൺ, പിന്നെന്തിന് എന്നോടൊപ്പം സംസാരിച്ച് നീ സമയം കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോവും. തിയോൺ അവൻ്റെ ആൾക്കാരെടുത്ത് വരികയാണ്. യാറ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു, നമുക്ക് അവളെ രക്ഷിക്കണം. അപ്പം അതിലൊരുത്തിന് അവൻ്റെ മുഖത്ത് തുപ്പാണ്. നീ ഒരു പേടിത്തൊണ്ടനാണ്, എപ്പോഴും പോലെ നീ ഇവിടുന്ന് ഓടിക്കോ, അതാണ് നിനക്ക് ചേരുക. അവൻ തിയോൺ ഇടിച്ചിടും. വീണ്ടും ഇടിച്ച് അവനെ നിലത്ത് വലിച്ചെറിയാണ്. എന്നിട്ട് എഴുന്നേറ്റാൽ നിന്നെ ഞാൻ കൊന്നുകളയും. എന്നാലും തിയോൺ എഴുന്നേക്കും. എന്നിട്ട് ഓടി അവനെ പിടിച്ച് തള്ളി നിലത്തിട്ട് അവൻ്റെ മോന്ത ഇടിച്ചിടിച്ച് പഞ്ചറാക്കാണ്. അവൻ്റെ കഥ തീർന്ന ഉടനെ തിയോൺ അവിടുന്ന് എഴുന്നേക്കും. എനിക്ക് വേണ്ടിയല്ല, ഫോർ യാറ. എല്ലാവരും യാറാ. അങ്ങനെ അവരെല്ലാവരും യാറനെ രക്ഷിക്കാൻ അവിടുന്ന് പുറപ്പെടുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് വിന്റർഫെൽ, ലേഡി ഓഫ് വിന്റർഫെൽ. അവൾ മനസ്സുറപ്പിച്ചിട്ട് ഗാർഡ്സിനോട് പറയും, എൻ്റെ സിസ്റ്ററെ സഭയിലേക്ക് വിളിച്ചോണ്ട് പോവാ. അങ്ങനെ ആര്യനെ സഭയിലേക്ക് വിളിച്ചോണ്ട് വരികയാണ്. അവർ ഡോറടയ്ക്കും. ചുറ്റും ഗാർഡ്സ് ഉണ്ടാവും. അവൾക്ക് മനസ്സിലാവും, നിനക്കുറപ്പായിട്ടും ഇത് ചെയ്യണോ എന്ന് ആര്യ ചോദിക്കും. അതിന് സാൻസ, ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയാണ്. അതിന് ആര്യ, ഓൾ റൈറ്റ് ദെൻ ഗോ ഓൺ. അപ്പോൾ സാൻസ, നീ ചെയ്ത കുറ്റം കൊലപാതകവും കൂടെ നിന്നവരെ ചതിച്ചതുമാണ്. അതിനെന്ത് മറുപടി പറയുന്നു? ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവൾ തിരിഞ്ഞിട്ട്, ലോർഡ് ബെയ്ലിഷ് എന്താല്ലേ? അവൻ ഞെട്ടും. ആര്യ പറയും, എൻ്റെ സിസ്റ്റർ നിന്നോടൊരു ചോദ്യം ചോദിച്ചു. അതിന് പീറ്റർ, ലേഡി സാൻസ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അതിന് സാൻസ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഞാൻ ആദ്യം മുതൽ പറയാം. എൻ്റെ ആൻറ്റി ലൈസയെ നീ മൂണ്ടോറിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി. അവരുടെ ഭർത്താവ് ജോൺ ആര്യനെ വിഷം കൊടുക്കാൻ ആൻറ്റി ലൈസയോട് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മയോട് അത് ലാനിസ്റ്റേഴ്സാണ് ചെയ്തത് എന്നും നീ പറഞ്ഞു. അതാണ് സ്റ്റാർക്കും ലാനിസ്റ്റേഴ്സും തമ്മിൽ യുദ്ധം തുടങ്ങാൻ തന്നെ കാരണം. നീ സെഴ്സി ലാനിസ്റ്ററോടൊപ്പവും ജോഫ്രിയോടൊപ്പം ചേർന്ന് എൻ്റെ അച്ഛനെ ചതിച്ച് കൊലപ്പെടുത്താനും സഹായിച്ചു. ഇല്ലെന്നാണ് നീ പറയുന്നത്. അതിന് പീറ്റർ, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്നറിയാൻ. അപ്പോൾ ബ്രാൻ, നീ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കത്തിവെച്ചു. എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ വിശ്വസിക്കണ്ട എന്നും പറഞ്ഞു. അപ്പോൾ ആര്യ, നീ എൻ്റെ അമ്മയോട് പറഞ്ഞു ഈ കത്തി ടിരിയൻ്റേതാണെന്ന്, പക്ഷേ ഇത് നിൻ്റേതാണ്. അവൻ ഓടി വന്ന് സാൻസയോട് പറയും, നിന്നോടൊപ്പം തനിച്ച് സംസാരിക്കാം, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് സാൻസ, എനിക്കൊരാളുടെ ഉദ്ദേശം അറിയണമെങ്കിൽ ഞാൻ ചെറിയൊരു ഗെയിം കളിക്കും. അവൻ പറഞ്ഞ അതേ വാക്ക്, നീ എൻ്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചു. അതുതന്നെയാണ് നീ എപ്പോഴും ചെയ്യുക. ഹൗസുകൾ തമ്മിലും ചേച്ചിയും അനിയത്തിയും തമ്മിലും എതിരെ നീ തിരിക്കും. അതിന് പീറ്റർ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസെങ്കിലും നീ തന്നൂടെ? അവൻ വെയിലിൻ്റെ കമാൻഡറില്ല, ആ തടിയൻ. അവനോട് ഞാൻ വെയിലിൻ്റെ ലോഡാണ്, എന്നെ തിരിച്ചു കൊണ്ടുപോയി വിടാൻ പറയും. പക്ഷെ അവൻ ഇല്ലാന്ന് പറയും. അവൻ മുട്ടുകുത്തി കരയാണ്. പ്ലീസ് സാൻസ, ഞാൻ നിന്റെ അമ്മയെ ചെറുപ്പം മുതൽ സ്നേഹിച്ചു. അതിന് സാൻസ, എന്നിട്ട് നീ അവരെ ചതിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചു മറ്റെന്തിനേക്കാളും, എന്നിട്ട് നീ എന്നെയും ചതിച്ചു. അവൾ സിഗ്നൽ കൊടുക്കും. നിങ്ങളുടെ പാഠങ്ങൾക്ക് നന്ദി ലോർഡ് ബെയ്ലിഷ്, ഞാൻ ഒരിക്കലും മറക്കില്ലത്. ആര്യ മുന്നിട്ട് വരും. ഒരൊറ്റ വെട്ട്
അവൻ്റെ കഴുത്തിൽ നിന്ന് ചോര ചീറ്റാണ്. അവനവിടെ മരിച്ചു വീഴും. ഈ എപ്പിസോഡിൽ നടന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ അത് ഇതാണ് സംഭവം. ഇവൻ ആദ്യമേ തട്ടിയിരുന്നെങ്കിൽ ഇത്ര എപ്പിസോഡ് ഉണ്ടാവില്ലായിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത് ജെയ്മി അവരുടെ ആർമീനെയൊക്കെ നോർത്തിലേക്ക് പോകാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേഴ്സി അങ്ങോട്ട് വരും. എനിക്കറിയാം നീ ഒരു മണ്ടൻ ലാനിസ്റ്റർ ആണെന്ന്. നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. നമ്മുടെ ആർമി നോർത്തിലേക്ക് പോകുന്നില്ല. അവർ ഡെഡിനോട് ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. അതിന് ജെയ്മി നോർത്തിൽ ഫൈറ്റ് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡെഡ് ജയിക്കും, അല്ലെങ്കിൽ നോർത്തേൺസ് ജയിക്കും. ഡെഡ് സൗത്ത് വന്നാലും നമ്മളെ കൊന്നുകളയും. ഇനി നോർത്തേൺസ് ജയിച്ചാലും നമ്മളവരെ ചതിച്ചു, അവരും നമ്മളെ കൊന്നുകളയും. അത്രയും ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അതിന് സേഴ്സി, ഞാൻ അച്ഛനോടൊപ്പം ജീവിച്ചിട്ട് ഒന്നും പഠിച്ചില്ലെന്നാണ്. ഹൈ ഗാർഡനിലെ ഗോൾഡ് നമ്മൾ അയൺ ബാങ്കിന് കൊടുത്തു. അതുകൊണ്ട് ഗോൾഡൻ കമ്പനി 20,000 ആൾക്കാർ വരുന്ന ആർമി തരും. അതിന് ജെയ്മി, ഗോൾഡൻ കമ്പനി എസോസിലാണ്, അവരെങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും? അതിന് സേഴ്സി, നീ എന്താണ് കരുതിയത്? യൂറോൺ പോയത് അവൻ്റെ നാട്ടിലേക്കല്ല, എസോസിലേക്കാണ്. സോ എന്തൊരു വമ്പൻ ട്രിക്കാണ് അവൾ ചെയ്തതെന്ന് കണ്ടോ? അതിന് ജെയ്മി, നീ എന്നോട് പോലും പറഞ്ഞില്ല, പക്ഷേ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. ആ വാക്കെനിക്ക് പാലിക്കണം. ഞാൻ നോർത്തിലേക്ക് പോവുകയാണ്. അതിന് സേഴ്സി, നീ പോയാൽ പിന്നെ നീ ചതിയനാണ്. ചതിയോ? ഞാൻ ഇനിയൊരിക്കലും നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ജെയ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇപ്പം സേഴ്സി മാത്രം ഒറ്റയ്ക്കായി. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ്റെ കയ്യിലേക്കൊരു മഞ്ഞുതുള്ളി വന്ന് വീഴാണ്. വിൻ്റർ ഈസ് കമ്മിങ് കമ്മിങ് എന്ന് പറഞ്ഞ് അവസാനം വിൻ്റർ കിങ്സ് ലാൻഡിങ് വരെ എത്തിക്കഴിഞ്ഞു. വിൻ്റർ ഹാസ് കെയിം. അവിടെ നിന്ന് കട്ട് ചെയ്ത് സാം വിൻ്റർഫെല്ലിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ ബ്രാനിനെ കാണും. നിനക്കെന്താണ് സംഭവിച്ചത് മതിലിനപ്പുറത്ത് എന്ന് ചോദിക്കും. അതിന് ബ്രാൻ, ഞാൻ 3-eyed റേവണായി. ഓ, എനിക്കറിയില്ല അതെന്താണ് സംഭവം. അതിന് ബ്രാൻ, എനിക്ക് പഴയ കാലത്തെ കാണാൻ കഴിയും. ഇപ്പം നമുക്ക് ചുറ്റും നടക്കുന്നത് അതും എനിക്ക് കാണാൻ കഴിയും. നീ എന്തിനാണ് വന്നത്? അതിന് സാം, ജോൺ ഡെഡ് ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അവനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിന് ബ്രാൻ, ജോൺ ഡെനീരീസിൻ്റെ പടയായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സാം, ഓ നീ അത് കണ്ടു, നിന്റെ വിഷൻസ് വഴിയാണോ? അപ്പോൾ ബ്രാൻ അവനെ വന്ന് റേവൺ എടുത്ത് കാണിക്കുകയാണ്. ജോൺ സത്യം അറിയണം. എന്ത് സത്യം? അവനെക്കുറിച്ചുള്ള സത്യം. ആർക്കും അറിയില്ല, എനിക്ക് മാത്രം. ജോൺ എൻ്റെ അച്ഛൻ്റെ മകനല്ല, എൻ്റെ ആൻറ്റി ലൈസയ്ക്കും റേഗ ടാർഗേരിയനും ജനിച്ച മകനാണ്. ഡോണിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ പേര് സ്നോ എന്നല്ല, സാൻഡ് എന്നാണ്. അവൻ ഡോണിലെ ബാസ്റ്റഡാണ്. അതിന് സാം, അല്ല, ഞാൻ സിറ്റാഡലിലെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, റേഗ ടാർഗേരിയനും നിന്റെ ആൻറ്റി ലൈസയും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. നിനക്കത് കാണാൻ കഴിയോ? അപ്പോൾ ബ്രാൻ പഴയകാലത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ റേഗ ടാർഗേരിയനും അവൻ്റെ ആൻറ്റി ലൈസയും തമ്മിൽ രഹസ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. റേഗ ലൈസിയെ തട്ടിക്കൊണ്ടുപോയതല്ല, അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അതേസമയം ജോൺ ഡെനേരീസിൻ്റെ കതവ് മുട്ടുകയാണ്. അവൻ അകത്തേക്ക് കയറും. വീണ്ടും പഴയകാലം. അപ്പം ലൈസ മരണക്കിടക്കേന്ന് നെഡ് സ്റ്റാർക്കിനോട് പറയുന്ന വാക്കിതാണ്, ഹിസ് നെയിം ഈസ് ഏഗോൺ ടാർഗേരിയൻ. എൻ്റെ പൊന്നെ, പ്രൊട്ടക്റ്റ് ഹിം, പ്രോമിസ് മീ നെഡ്, പ്രോമിസ് മീ. അവൻ ബാസ്റ്റഡല്ല, അവനാണ് രാജകസേരയുടെ യഥാർത്ഥ അവകാശി. എന്നുവെച്ചാൽ ഡെനീരീസ് അവൻ്റെ അമ്മായിയാണ് എന്നർത്ഥം. എന്താടാ ഈ കാണിക്കുന്നത്? അവൻ്റെ അമ്മായിയാണത്. ടിരിയൻ ജോൺ ഡെനീരീസിൻ്റെ മുറി പോയത് കാണുകയും ചെയ്യും. അവിടുന്ന് കട്ട് ചെയ്ത് വിൻ്റർഫെൽ. ആര്യ പറയും, നീ ചെയ്തതാണ് ശരി, നീയാണ് ലേഡി ഓഫ് വിൻ്റർഫെൽ. അതിന് സാൻസ, നിനക്കതിൽ പ്രശ്നമുണ്ടോ? അതിന് ആര്യ, എനിക്കൊരിക്കലും ഒരു ലേഡി ആവാൻ പറ്റില്ല, ഞാൻ മറ്റെന്തെങ്കിലുമാണ്. നിനക്ക് സംഭവിച്ചത് എനിക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിജീവിക്കില്ലായിരുന്നു. അതിന് സാൻസ, നീ അതിജീവിക്കുമായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയാണ് നീ. അതിന് ആര്യ, ഇതൊന്നു മാത്രമാണ് ഒരു നല്ല കാര്യം നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. വിൻ്റർ വരുമ്പോൾ നമ്മൾ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഫാദർ, അവരുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണത്. ഐ മിസ് ഹിം, മീ ടു. അവിടെ നിന്ന് കട്ട് ചെയ്ത് ബ്രാൻ റേവണായിട്ട് വീണ്ടും ഈസ്റ്റ് വാച്ചിന് മുകളിലൂടെ പറക്കാണ്. ടോർമണ്ട് എന്തോ ശബ്ദം കേൾക്കും. വൈറ്റ് വാക്കേഴ്സ് അവരുടെ ആർമിയായിട്ട് മതിലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു, ലക്ഷക്കണക്കിന്. പെട്ടെന്ന് അവൻ ആകാശത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഒരു ചത്ത ഡ്രാഗൺ നീല തീതുപ്പി പറക്കാണ്. അതിൻ്റെ മുകളിലൊരു വൈറ്റ് വാക്കറുണ്ട്. അത് തീതുപ്പി ഐസ് വാൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്യാസും കുറ്റിന്നൊക്കെ വരില്ലേ നീലത്തീ, ഇവരെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ അവസാനം മതിലിടിയാൻ തുടങ്ങാണ്. ടോർമണ്ടും ബെറിക്കും മാത്രം എങ്ങനെ രക്ഷപ്പെടും? അങ്ങനെ വെസ്ട്രോസിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഐസ് വാൾ അങ്ങനെ അവസാനം ഇടിഞ്ഞ് നിലത്ത് വീഴാണ്. സെറ്റപ്പ് ഗ്രാഫിക്സാണ് അവരുടെ. വൈറ്റ് വാക്കേഴ്സ് അങ്ങനെ ഡെഡ് ആർമി നോർത്തിലേക്ക് മെല്ലെ മാർച്ച് ചെയ്ത് തുടങ്ങാണ്. ആയിരക്കണക്കിന് ആൾക്കാരും ജയൻറ്റും പോരാത്തതിനിപ്പോൾ ഒരു ഡ്രാഗൺ അവരുടെ കൂട്ടത്തായി. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ, മതിലിനപ്പുറത്തു നിന്നും മഞ്ഞുകാലം വരുന്നു, മതിലിനിപ്പുറത്തു നിന്നും തീതുപ്പുന്ന ഡ്രാഗൺസുമായി ഡെനീരീസ് ടാർഗേരിയൻ. വെസ്ട്രോസെ, നീ അറിയണം നിനക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വാക്കുകളുടെ ക്രെഡിറ്റ് ഗോസ് ടു അലൻ ശ്രീകുമാർ. സോ അങ്ങനെ സീസൺ 7
അവസാനത്തെ എപ്പിസോഡ് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സെറ്റപ്പ് ത്രില്ലിൽ പിടിച്ചു നിർത്തി ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയോടുകൂടി നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ പോവുകയാണ്. ഞാൻ അത്രയും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. മാക്സിമം നാളെ തന്നെ വരാൻ നോക്കാം. നാളെ നീളെയായി പോകുന്നുണ്ട്. ഇടയ്ക്ക് മാത്രം സോറി. ഇതിലൊരു മെയിനായിട്ടുള്ള കാര്യമുണ്ട്. നമ്മളൊരു ട്വിസ്റ്റ് കണ്ടില്ലേ, അതായത് ആര്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സാൻസ ലിറ്റിൽ ഫിംഗറിന് നേരെ തിരിയും. ആ സംഭവം ഇവർ ആങ്ങളെയും പെങ്ങന്മാരും ചേർന്ന് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. എന്നിട്ട് നമുക്കത് സസ്പെൻസായിട്ട് വെച്ചിരിക്കുകയാണ്. അവർക്കറിയാം പീറ്റർ എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. സോ ബ്രാൻ അവിടെ ഉണ്ട്. ബ്രാൻ പറയാതിരിക്കുമോ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അങ്ങനെ ഇനിയും ഒരുപാട് ബമ്പം സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ജോണാണ് രാജകസേരയുടെ യഥാർത്ഥ അവകാശി എന്നുള്ള കാര്യം നമുക്കറിഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഡെനേരീസ് അവൻ്റെ അമ്മായിയാണ്. അമ്മായിയായിട്ടാണ് ചിഞ്ചി പിച്ചിക്കി ഒക്കെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അത് ഡെനേരീസ് അറിയുകയാണെങ്കിൽ, ജോൺ അറിയുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ, അടുത്ത സീസണിൽ നമുക്ക് കാണാം. 7ാമത്തെ സീസൺ അവസാനിച്ചു. 7 എപ്പിസോഡേ ഉള്ളൂ. ഇല്ല, ബാക്കി 3 എണ്ണം കൂടിയുണ്ട്. നീ മടിയനായതുകൊണ്ട് ചെയ്യാത്തതാണ് എന്നൊന്നും പറഞ്ഞു വരരുത്. തീർച്ചയായിട്ടും 7 എണ്ണം മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞമ്മയാണ് സത്യം. 7 മാത്രമേ ഉള്ളൂ. സോ അടുത്ത സീസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.